ലക്ഷ്മി ഇതുവരെ റെഡി ആയില്ല, അതുകൊണ്ട് ഇൻട്രൊഡക്ഷനിൽ ലക്ഷ്മിയിൽ നമ്മൾ കന്യാകുമാരി പോകുന്നു. 6:45 ട്രെയിനിന് പോകാൻ ഡിസൈഡ് ചെയ്തിട്ട് ലേറ്റായിട്ട് പോകുന്ന മഹത് വ്യക്തികളാണ് നിങ്ങളീ കാണുന്നത്. കാരണം ഉണ്ടല്ലോ, ഉറങ്ങിപ്പോയി, വേറൊന്നുമല്ല, കാര്യം പറഞ്ഞിരുന്ന രാത്രി പിന്നെ ഉറങ്ങിപ്പോയി. ഇനി നമുക്കൊരു മാർഗ്ഗമില്ല, ബസ്സിൽ പോകുക. കാരണം അടുത്ത ട്രെയിനിന് 9 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ബസ് പിടിച്ച് പോകാമെന്ന് വെച്ചു. തമ്പാനൂർ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് തമ്പാനൂരുള്ളത്. അവിടെ നിന്ന് ദോശയൊക്കെ കഴിച്ച് നമ്മൾ ബസ് പിടിച്ച് പോകണം. നാഗർകോവിൽ ബസ്സിൽ പോയിട്ട് അവിടെ നിന്ന് കന്യാകുമാരി ബസ് എപ്പോഴും കിട്ടും. അങ്ങനെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത്. നല്ല പൊടിയുള്ള ബസ്. അപ്പോൾ നമുക്ക് മൂന്നർക്കും കൂടി ഇരിക്കാൻ പറ്റും. നമ്മളങ്ങനെ ഇരിക്കുകയാണ് ഒന്നിച്ച് ചേർന്നിട്ട്. KSRTCയിലാണ് ടിക്കറ്റ് ചാർജ് ഇത് വരുന്നത്. നമ്മൾ തമിഴ്നാടിൻ്റെ ബസ്സിൽ പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ കന്യാകുമാരി എത്തുന്നതിന് മുമ്പ് നാഗർകോവിലെത്തി. അവിടെ ചെന്നിട്ട് അറിയുന്ന തമിഴിലൊക്കെ നമ്മൾ കന്യാകുമാരി ബസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി വായിക്കാൻ അറിയാം, പിന്നെ നമുക്ക് ചോദിക്കാനും പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തത് ബസ്സിൽ പോകുന്ന കുറച്ചുകൂടെ ബെറ്ററായി. കാരണം നമുക്ക് പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അല്ല നമ്മൾ ട്രെയിനിലാണ്ട് പോകുന്നെങ്കിൽ ഇങ്ങനെ ചടച്ചു പോകും. ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എയിം ഉണ്ട്. കന്യാകുമാരിയിൽ വന്നിട്ട് വെറുതെ പോകാനല്ല, ബീച്ച് കണ്ടിട്ട്. ഇവക്ക് ആർക്ക് ശ്രുതിക്ക് വിവേകാനന്ദ പാറയിൽ പോകണം, എനിക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം, ലക്ഷ്മിക്ക് കന്യാകുമാരിയും കാര്യങ്ങളും കാണണം. അപ്പം നമ്മൾ കരിക്ക് കുടിച്ചു. കാരണം ഈ വിവേകാനന്ദ പാറയിൽ പോകാനുള്ള ക്യൂ നല്ലോണം നിൽക്കണം, നമുക്ക് ഓൾറെഡി അറിയാം. സോ നമ്മൾ ജസ്റ്റ് ഒരു പ്രിപ്പറേഷനൊക്കെ നടത്തിയിട്ടാണ് പോകുന്നത്. കരിക്കുമാരി തേങ്ങ പോലെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഈ ക്യൂവിൽ നമ്മൾ 11:30 മുതൽ 1:56 വരെ നിന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല വെയിലുണ്ട്, തിരക്കുണ്ട്, ബഹളമുണ്ട്. പിന്നെ ഇടയ്ക്ക് കൂടെ കയറാനായിട്ട് കുറച്ച് ആൾക്കാരും വരുന്നുണ്ട്. ഇവിടെ നിൽക്കുക അരമണിക്കൂർ. ആളൊറ്റയ്ക്ക് വന്നിട്ട് കാര്യമില്ല, ബാക്കിയുള്ള ആൾക്കാരെ ബാക്കിൽ ബാക്കിയത്ത് മണല് 2 മണിക്കൂർ കൂടി വന്നു. 2 മണിക്കൂറല്ലേ, 2 മണിക്കൂർ. അതാ എങ്ങനെ പിടിക്കും. സുഖമില്ല, സുഖം തോന്നുന്നില്ല. എനിക്ക് സുഖം തോന്നുന്നുണ്ടോ? ഇതിട്ട് ശക്തമായ കാറ്റാണ്. എനിക്കൊന്നും കണ്ടുകൂടാ. കാറ്റിനെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് കാണാൻ പോവുകയാണ്. കാറ്റ് വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. ഞാൻ കന്യാകുമാരി ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. പക്ഷേ വിവേകാനന്ദ പാറയിൽ ഓർമ്മ വെച്ച ശേഷം വന്നിട്ടില്ല. ഞാൻ ഓർമ്മ വെച്ച ശേഷം വന്നിട്ടില്ലെന്ന് എടുത്ത് പറയുന്നതിന് കാരണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ പറഞ്ഞോളൂ, അയ്യോ നീ പോയിട്ടുണ്ട്, പക്ഷേ വയസ്സ് വയ്ക്കുമ്പോഴത്തേക്ക് 1.5 വയസ്സൊക്കെ ആയിരിക്കും. അതാണ് ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങൾ അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, നല്ല ആഗ്രഹമായിരുന്നു. എന്ത് ഭംഗിയെന്നൊക്കെ. പക്ഷെ ഭയങ്കര കാറ്റുള്ളപ്പോഴത്തേക്ക് അടച്ചിടുമെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇവിടെ വൻ കാറ്റാണ്. കാറ്റ് മീൻസ് നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നൊരു ഫീൽ ആയിരുന്നു. അത്രയും കാറ്റുണ്ട്. പിന്നെ ആ കാറ്റുണ്ട് എൻ്റെ വൈപ്പറില്ലാത്ത സ്പെക്സ് മുഴുവൻ നല്ലോണം ഈ ഉപ്പ് വെള്ളം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഇവിടെ 2 സ്റ്റേഷനുള്ളത്, തിരുവള്ളൂരിൻ്റെ സ്റ്റേച്ചും പിന്നെ സ്വാമി വിവേകാനന്ദൻ്റെയും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഫെറിയിലേക്ക് വരാനുള്ള ചാർജ് 100 രൂപയാണ്. പിന്നെ സ്പെഷ്യൽ ടിക്കറ്റ് ആണെങ്കിൽ 300 രൂപയാണ് പെർ ഹെഡ്. അപ്പോൾ ഇവിടെ മന്ദിരത്തിനകത്തായിട്ട് ഒരു മെഡിറ്റേഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു, റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇരുന്നു. ഇനി നമുക്ക് തിരിച്ച് സമയത്തിന് പോകണം. കാരണം വീണ്ടും നമ്മൾ ക്യൂവിൽ നിന്നിട്ട് വേണം ഈ ഫെറി പിടിക്കാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടത്തേക്കും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ ഈ 100 രൂപ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിന്നതുകൊണ്ടാണ് ഇത്രയും ആയത് കേട്ടോ. അല്ലെങ്കിൽ 300 രൂപയ്ക്ക് പെട്ടെന്ന് കയറാൻ പറ്റും. നമ്മൾ തിരിച്ചു പോകുവാണ്. നമ്മൾ ദാഹിച്ചും വിശന്നൊക്കെയാണല്ലോ വരുന്നത്. കാരണം ഒരുപാട് അങ്ങനെ പോയിട്ട് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ല. കൊണ്ടുപോയി 2-3 ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ക്യൂവിൽ നിന്നപ്പോഴത്തേക്ക് വിശന്ന് തളർന്നിട്ട് പിന്നെ വെള്ളവും കുടിക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ നൊങ്ക് വാങ്ങിച്ചു. പക്ഷേ നൊങ്കിൻ്റെ അകത്ത് കരിക്കിൻ്റെ വെള്ളവും നറുനീണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നറുനീണ്ടിയുടെ സ്മെല്ല് ഇഷ്ടമല്ല. പിന്നെ കുഞ്ഞു ഷോപ്പിംഗ് നടത്തിയിട്ട് നമ്മൾ ഫുഡ് സ്പോട്ട് അന്വേഷിച്ച് കിടക്കുവാണ്. സീ ഫുഡ് വേണം. അപ്പോൾ അധികം എക്സ്പെൻസീവ് അല്ലാത്ത ദ കറിയിൽ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് 2 ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം എക്സ്പെൻസീവ് അല്ല, ഒരു 306 റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 350-നകത്താണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഒന്ന് നമ്മൾ വാങ്ങിച്ചത്
ഫിഷ് ദം ബിരിയാണി, ഒന്ന് പ്രോൺസ് ദം ബിരിയാണി. പ്രോൺസിനോടൊരു സൈഡ് വരുവുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക്. പ്രോൺസ് ബിരിയാണിക്കും ഫിഷ് ബിരിയാണിക്കും കൂട്ടായിട്ട് നമ്മളൊരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. കാരണം ഒരു മധുരം കഴിക്കാൻ തോന്നി. അതിനുശേഷം എക്സ്പ്രസ് ട്രെയിൻ പിടിക്കാൻ വേണ്ടി ഓട്ടോ പിടിച്ചു പോകണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കാരണം ആ ട്രെയിൻ അങ്ങനെയായിട്ട് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ബസ്സിൽ മര്യാദയ്ക്ക് പോയാൽ മതിയായിരുന്നു. നമ്മൾ 80 രൂപ കൊടുത്ത് കന്യാകുമാരി ബീച്ചിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി. 80 രൂപ 1 കിലോമീറ്റർ. പ്ലാറ്റ്ഫോമിലൊക്കെ കയറാൻ നല്ല ഈസിയാണ്. ഇങ്ങനെ പോയാൽ മതി. വിവേക് എക്സ്പ്രസ് ഒരു സ്റ്റേഷനേ ഉള്ളൂ. സോ നമ്മൾ പെട്ടെന്ന് എത്തും. ഇതൊക്കെയായിരുന്നു നമ്മുടെ ധാരണ. പിന്നെ നമുക്ക് ഇരിക്കാനും സീറ്റ് കിട്ടി. കാരണം അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനായിരുന്നു. പക്ഷേ എന്തോ പറയാൻ എവിടെയൊക്കെയോ പിടിച്ചിട്ട് ലേറ്റായിട്ട് എത്തില്ലെങ്കിൽ നമ്മൾ സർക്കസും കൂടെ കാണാൻ പോയി. എന്നെ 7 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ദെൻ നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും സ്ഥായി ഭാവം പുച്ഛം അല്ല. അവക്ക് കൊല്ലാനുള്ള കല്ലുണ്ട് അമ്മയ്ക്ക്. എന്നെ കൊല്ലാനുള്ള കല്ലിട്ടില്ല. ഞാൻ ചത്ത സുഖിച്ചിട്ടില്ല. 300 രൂപയ്ക്ക് ഊബർ വിളിക്കാൻ മടിച്ചിട്ട് 240 രൂപയ്ക്ക് ജ്യൂസും കുടിച്ച് ബസ് മുല്ലപ്പൂവ് ഓട്ടയില്ല, അതുകൊണ്ട് നടക്കുന്നു വീട്ടിലോട്ട്. എന്നിട്ട് നാളെ രാവിലെ ജീൻസിലൂടെ ഞാനിടും. പിന്നെ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കട്ടി എന്ന് ഞാൻ നിന്റെ ഹെഡ് പേരെ സാധനം ഇടും. അപ്പൊ സൈഡ്